വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ പ്രിയ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, ഉമ്മച്ചിൻ്റെ അടുക്കള എന്നുള്ള ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യാം. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോസും ഇടുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അവൽ മിൽക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ സാധാരണ എല്ലാവർക്കും അറിയാമല്ലോ, അവൽ മിൽക്ക് ഉണ്ടാക്കുക നമ്മൾ പഴവും പാലും അവലൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ ഞാനിവിടെ പഴം യൂസ് ചെയ്യാണ്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അവൽ മിൽക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അവൽ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ എടുത്തിട്ടുള്ള അവൽ മട്ടവൽ അങ്ങനെയുള്ള അവലൊന്നുമല്ല, വെള്ള അവൽ അതൊന്നുമല്ല. ഇത് ഈ പൊരിയവൽ എന്ന് പറയും. നമുക്ക് ചോദിച്ചാൽ കിട്ടും കടയിൽ നിന്ന്. പൊരിയവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അവലാണ് കിട്ടുക. അപ്പോൾ സാധാരണ നമ്മൾ ബേക്കറികളിലൊക്കെ അവൽ മിൽക്ക് ഉണ്ടാക്കുമ്പോൾ അവർ യൂസ് ചെയ്യുന്നത് ഈ അവലാണ്. ഇത് നല്ല ക്രിസ്പി ആയിട്ടാണ്, നമ്മൾ വറക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ആപ്പിളാണ്. പഴത്തിന് പകരം ഞാനിവിടെ ആപ്പിളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പഴം ചേർക്കുന്നില്ല എന്ന്, അപ്പോൾ അതിന് പകരമായിട്ടാണ് ഇങ്ങനെ എടുത്തിട്ടുള്ളത്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഉള്ളിലെ കുരുവും എല്ലാം നീക്കം ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് പാലാണ്. ഞാനിവിടെ 1 ഗ്ലാസ് പാലാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് തണുപ്പിച്ചിട്ടാണ് പാല് നിങ്ങൾ എടുക്കേണ്ടത്. അപ്പോൾ നല്ല പോലെ തണുപ്പിച്ചിട്ട് മാത്രം പാലെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലോട്ട് ആപ്പിൾ ഇട്ട് കൊടുക്കുകയാണ്. അതിലോട്ട് പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ നന്നായിട്ട് തണുക്കണമെന്ന് പറഞ്ഞത്, നമ്മളിതെല്ലാം കൂടി ആപ്പിളെല്ലാം ക്രഷായി നല്ല ക്രീം പോലെ വരുമ്പോഴത്തേനും പാലിൻ്റെ തണുപ്പ് പോവും. അപ്പോൾ നന്നായിട്ട് തണുത്ത പാൽ തന്നെ എടുക്കുക. ഇതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിലോട്ട് ഹോർലിക്സിൻ്റെ പൊടിയാണ്. അപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ ഹോർലിക്സിൻ്റെ പൊടിയും പിന്നെ അതിലോട്ട് തന്നെ 1 ടേബിൾ സ്പൂൺ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള അവലും കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ അവൽ ഇതിലിട്ട് അരക്കണമെന്നില്ല, അത് ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് ഇട്ടുവെന്നേ ഉള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കുറുന്നനെയാണ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ, നല്ല പോലെ കുറുകി കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാല് കുറവാക്കിയിട്ട് ഇതുപോലെ അടിച്ചെടുത്താൽ മതി. ഇതിലോട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള അവലും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. വളരെ സിമ്പിളായിട്ടുള്ള അവൽ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ പൊരിയവൽ പെട്ടെന്ന് തണുത്ത് പോകുന്ന ഒന്നാണ്. പെട്ടെന്ന് തന്നെ നമ്മൾ ഉണ്ടാക്കിയോട് കൂടിയിട്ട് തന്നെ പെട്ടെന്ന് കഴിക്കുക, എങ്കിലുള്ള ആ ക്രിസ്പിനെസ്സോട് കൂടിയിട്ട് കഴിക്കാൻ പറ്റുള്ളൂ. കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു അവലിൻ്റെ ആ ഒരു ക്രിസ്പിനെസ് പോവും. അപ്പോൾ ഞാൻ ഇതൊരു സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റിയിട്ട് കുറച്ച് അവലും അതിൻ്റെ മുകളിൽ കുറച്ച് ഹോർലിക്സിൻ്റെ പൊടി കൂടി ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ നട്ട്സോ, അതായത് കാഷ്യൂസോ അല്ലെങ്കിൽ പീനട്ടൊക്കെ ചേർത്തിട്ടും കഴിക്കാം. നല്ല ടേസ്റ്റാണ്. അതുണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഞാനിതൊന്നും ചേർക്കുന്നില്ല, വളരെ സിമ്പിളായിട്ട് പ്രസൻറ്റ് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്